റോസിൽ തളിരുകൾ വന്നിട്ടും ബഡ്സ് വരാതെ നിൽക്കുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോസ് ചെടിയിൽ പെട്ടെന്ന് തളിരുകൾ ഉണ്ടാവാൻ എന്തെല്ലാം ഫെർട്ടിലൈസേഴ്സ് ആണ് കൊടുക്കുന്നതെന്ന് കണ്ടിരുന്നു. അതിനുശേഷം ബഡ്സ് ഫോം ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഫെർട്ടിലൈസർ കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 13:40:13 എന്ന റേഷ്യോയിലുള്ള ഒരു NPK ആണ്. ഫോസ്ഫറസിന്റെ കണ്ടന്റ് ഇതിൽ വളരെയധികം കൂടുതലാണ്. ഇത് കൊടുത്തതിനു ശേഷം നമ്മുടെ റോസ് ചെടിയിൽ വന്ന മാറ്റമൊന്ന് നമുക്ക് കാണാം. ഇതൊരു ബേസൽ ഷൂട്ടിൽ ഫോം ചെയ്തു വന്നിരിക്കുന്ന ബഡ്സ് ആണ്. നല്ലൊരു ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും അറിയാം, റോസിന്റെ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പൊട്ടാഷും അതുപോലെ ഫോസ്ഫറസിന്റെ കണ്ടന്റുമാണ് ഉയർന്നു നിൽക്കേണ്ടത്. ഈ ചെടിയിലും ഒരുപാട് ഷൂട്ടുകൾ ഉണ്ടായി, അതിലെല്ലാം തന്നെ ബഡ്സുകളും ഉണ്ടായിട്ടുണ്ട്. ഫോസ്ഫറസിന്റെ കണ്ടന്റ് ഉയർന്നു നിന്നാൽ മാത്രമേ നമ്മുടെ റോസ് ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും അതിൽ തന്നെ നല്ല ഭംഗിയിൽ പൂമുട്ടുകൾ വിരിയുകയുമുള്ളൂ. ഈ റോസ് ചെടിയിൽ ആദ്യമേ കാണിച്ച ഈ റോസ് ചെടിയിൽ ഞാൻ NPK ഫെർട്ടിലൈസർ കൊടുത്തിരുന്നില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഇതിൽ തളിരുകൾ വന്നത് ഒരുപാട് തളിരുകൾ വന്നതുകൊണ്ട് ഇത് അത്ര ഹെൽത്തി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഇതിനെ പൂ പിടിക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ ഇതിൽ 3-4 പൂമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫെർട്ടിലൈസർ NPK ഫെർട്ടിലൈസർ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ ഈ ചെടിയെ പ്രൂൺ ചെയ്ത് കളയുകയാണ്. അതിനുശേഷം നമുക്ക് NPK കൊടുക്കാം. ഇത് കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം, ഒരുപാട് കൂടിപ്പോകരുത്. ഫോസ്ഫറസിന്റെയും പൊട്ടാഷിന്റെയും അളവ് ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ചെടി പൂവിടാൻ സഹായിക്കും. ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ വിരലുകൾ കൊണ്ട് ഒരു പിഞ്ച് അളവിലെടുത്ത് നമ്മുടെ ചെടിച്ചട്ടിയുടെ ചുറ്റുമായി ഇട്ടുകൊടുക്കുക. അത് ഇട്ടുകൊടുത്തതിനു ശേഷം ചെടിയുടെ വേരോട് മുട്ടി വരാതെ ഇട്ടുകൊടുക്കുക. മറ്റൊരു രീതിയിൽ നമുക്ക് ഇത് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എന്ന രീതിയിൽ നമുക്ക് എടുത്ത് ഇത് 3-4 ചെടിയുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫോസ്ഫറസിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു ഫെർട്ടിലൈസർ ആണ്. ഇത് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പകരം ഡാപ്പ് കൊടുക്കാം. എന്നാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് സ്ലോ ആയിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഡാപ്പിന്റെ. പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. വളരെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ റോസ് ചെടി നിറച്ചു പൂക്കും. ഇത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫെർട്ടിലൈസർ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് മേടിക്കുക. അതിനുശേഷം നമ്മുടെ റോസ് ചെടിയുടെ ചുവട്ടിൽ ഒരുപാട് വെള്ളം ഡ്രെയിൻ ഔട്ട് ആവാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചട്ടി ഒന്ന് നനഞ്ഞിരുന്നാൽ മാത്രം മതി. താങ്ക് യു.